ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും പ്രശ്നങ്ങൾ ഓരോ ദിവസവും കഠിനമായ രീതിക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായി ഇയാൽ സമീർ എന്ന് പറയുന്ന ലഫ്റ്റനൻറ്റ് ക്യാപ്റ്റൻ അഥവാ ജനറലായിട്ടുള്ള IDF-ൻ്റെ ഏറ്റവും വലിയ നേതാവ് പറഞ്ഞു വെക്കുന്നത് എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഇറാൻ്റെ മേൽ അധികാരം സ്ഥാപിക്കും. മാത്രമല്ല അവിടെ ആരുടെയൊക്കെ ഏതൊക്കെ പ്രോക്സികൾക്ക് അവർ സഹായം ചെയ്യുന്നുണ്ടോ ആ സഹായങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നിർത്തലാക്കാൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കും. വെരി വെരി ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടൊരു തലക്കെട്ടോടുകൂടി കൈകാര്യം ചെയ്തിട്ട് അതിൻ്റെ സൈനികർക്ക് കൊടുക്കുന്ന മെസ്സേജിൽ പറയുമ്പോൾ എല്ലാം പാകപ്പെട്ടിരിക്കുന്നു, ഏതോ ഒരു സമയത്തിനെ കാത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. ഇറാൻ ഇസ്രായേൽ സമ്മർദ്ദം എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള പ്രശ്നങ്ങൾക്ക് അതൊരു ഹേതുവാകും എന്നുള്ളതാണ് ഏറെ ചിന്തനീയമായത്. കാരണം ഇറാൻ തകരുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റ് തകരും. തീർച്ചയായിട്ടും ഇറാൻ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ ക്യാമ്പുകളെ ആയിരിക്കും. അമേരിക്കൻ ക്യാമ്പുകൾ എന്ന് പറയുന്നത് ഒന്ന് ഖത്തറിലും സൗദിയിലുമാണ് വളരെ പ്രയോറിറ്റിയോടുകൂടെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നത്. ആ രണ്ട് രാജ്യങ്ങളും തകർക്കാൻ വേണ്ടി ഈ ഇറാൻ മുന്നോട്ട് വരികയാണെങ്കിൽ ഇറാൻ്റെ പതനം ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്കതിനൊന്നും യാതൊരു മടിയും കാണിക്കില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ കഴിഞ്ഞാൽ കേരളത്തിൽ ഇങ്ങിക്കിടക്കുന്ന നമ്മളൊക്കെ അനുഭവിക്കേണ്ടി വരുമോ എന്നതാണ് മറ്റൊരു വസ്തുത. ഏതായിരുന്നാലും ഇയാൽ സമീറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യുകയാണെങ്കിൽ വളരെ അടുത്തിരിക്കുന്നു അവരുടെ അറ്റാക്ക്, അഥവാ അവരുടെ എല്ലാ പ്ലാനിങ്ങും കഴിഞ്ഞു. ഇനി അതിൻ്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി എന്നാണ്. എങ്കിൽ അതിനാകെ ഒന്ന് എസ്മോളി കിട്ടേണ്ടത്, കൃത്യമായ ഒരു അനുവാദം കിട്ടേണ്ടത് എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ലോകം കണ്ട ഏറ്റവും പരാക്രമിയായിട്ടുള്ള അമേരിക്കയുടെ ഭരണകൂടത്തിൻ്റെ തലതൊട്ടപ്പനായിട്ടുള്ള ട്രംപാണ്. ഏത് പ്രസിഡന്റ് വന്നാലും അവിടെ ഇങ്ങനെയുള്ള സ്വഭാവക്കാരായിരിക്കും മിക്കപ്പോഴും. ബരാക് ഒബാമ ഒഴിച്ച് ബാക്കിയെല്ലാവരും ഇതിൽ അത്ര കണ്ടിട്ട് വലിയ ശുഷ്കാന്തി കാണിച്ച ആളുകളാണ്. ബരാക് ഒബാമയുടെ കാലത്താണ് ഈ മറ്റേ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് താലിബാൻ അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്ത് കഴിഞ്ഞ ആളെ കൊന്നതെങ്കിൽ പോലും യുദ്ധവുമായിട്ട് ഒരിക്കലും മുന്നോട്ട് പോയിട്ടില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം വന്ന ആളുകളൊക്കെ യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ അവസാനമായി ട്രംപിൻ്റെ കയ്യിലാണ് ഇപ്പം ഈ കാര്യങ്ങളൊക്കെ എത്തിപ്പെട്ടിരിക്കുന്നത്. അൺഎക്സ്പെക്റ്റഡായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ യെസ് അല്ലെങ്കിൽ അതെ എന്ന് പറയാനാണ് സാധ്യത. ആ അതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. എല്ലാ മേഖലയിലും അവരുടെ പ്രഖ്യാപനങ്ങൾക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ മേഖലയിലും വലിയ ദുരന്തങ്ങൾ സൃഷ്ടിക്കാൻ ഇസ്രായേൽ സ്റ്റേറ്റ് ഇപ്പോൾ മുന്നോട്ട് ഒരുമ്പിട്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇറാൻ്റെ അധപ്പതനം എന്നാണ് അവർ പറയുന്നതെങ്കിൽ പോലും ഒരു ഭാഗത്ത് ഇറാൻ അവരെ ഇല്ലായ്മ ചെയ്യും എന്നാണ് പറയുന്നത്. ആരുടെ കൈകളിലാണോ കൂടുതൽ വീര്യമുള്ള ആയുധങ്ങൾ അവർ ജയിക്കുമെന്നാണ് പൊതുതത്വം. പക്ഷേ എങ്കിലും ഈ പുതിയ ആ ഒരു കാലക്രമത്തിൽ ഏറ്റവും കൂടുതൽ അനുകൂല വികാരങ്ങൾ ലോകത്തിൻ്റെ അടുത്തുനിന്ന് കിട്ടുകയാണെങ്കിൽ ആ രാജ്യം വിജയിക്കുമെന്നുള്ളതാണ്. അതാണ് നമ്മൾ കണ്ടു കഴിഞ്ഞ 2025 ജൂൺ 25 വലിയ രൂപത്തിൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടപ്പം പ്രത്യാക്രമണത്തിന് സമയമെടുത്തുകൊണ്ട് ഇറാൻ ആക്രമിച്ചപ്പം 2000 കിലോമീറ്റർ അപ്പുറത്തിരിക്കുന്ന ഈ മൊസാദിൻ്റെ ഏറ്റവും വലിയ കോട്ടേജുകളൊക്കെ തകർത്ത് തരിപ്പണമാക്കി ലോകത്തിന് മുമ്പിൽ വലിയ പത്രപ്രസ്താവന നടത്തിയിട്ടുള്ള രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായി പേടിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ പറ്റും. രണ്ട് രാജ്യവും വളരെ നന്നായിട്ട് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ എല്ലാ അർത്ഥത്തിലും മികവ് തെളിയിച്ച മൊസാദിൻ്റെ കോട്ടേഴ്സ് തന്നെ തകർത്ത് കളയുന്നു എന്ന് പറയുന്നത് ഇറാൻ്റെ കഴിവത് ഒന്ന് വേറെ തന്നെയാണ്. അതൊന്ന് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെ ആകുമ്പം കൃത്യമായി ഇതിലൊന്ന് ആലോചന നടത്താനുണ്ട്. ഇനിയൊരു അപകടം വരികയാണെങ്കിൽ രണ്ടാലൊന്ന് തീരുമാനിക്കും എന്നുള്ള രീതിക്ക് തന്നെയാണ് അബ്ബാസ് അരാക്ചി എന്ന് പറയുന്ന വിദേശകാര്യ മന്ത്രി, ഇറാൻ്റെതായിട്ടുള്ള മന്ത്രി പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത് ഇപ്പുറത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ലഫ്റ്റനൻറ്റ് ജനറൽ അഥവാ ഇയാൽ സമീർ എന്ന് പറയുന്ന ഏറ്റവും ആ ഒരു IDF-ൻ്റെ ക്രൂരനായിട്ടുള്ള നേതാവ് പറയുന്നത് ഇറാൻ എന്നല്ല, ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആളുകളെയും തരിപ്പണമാക്കാനും എന്നേക്കുമായിട്ട് ഇല്ലായ്മ ചെയ്യാനും ഞങ്ങൾ റെഡിയാണ്. പക്ഷേ അവരുടെ വീരവാദങ്ങളൊക്കെ ഉണ്ടാകാറുള്ളൂ. കാരണം ഹമാസ് എന്ന് പറയുന്ന ചെറിയ ഒരു മിലീഷ്യയുടെ കയ്യിലുണ്ടായിരുന്ന അവരുടെ പൗരന്മാർ ഒരാളെപ്പോലും കായിക ബലത്തിലൂടെ ആയുധ ബലത്തിലൂടെയോ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒപ്പുവെച്ച് വഞ്ചിക്കുന്നതാണെങ്കിൽ പോലും ഒപ്പുവെച്ചതിന് ശേഷം മാത്രമാണ് അവരുടെ കയ്യിൽ അകപ്പെട്ട ആളുകളൊക്കെ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ. ഇതൊക്കെ ഒരു വസ്തുതാപരമായിട്ടൊരു അന്വേഷണം നടത്തുകയാണെങ്കിൽ ശരിക്കും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇന്ന് നിലനിൽക്കില്ല. ആരില്ലെങ്കിൽ അമേരിക്ക ഇല്ലെങ്കിൽ നിലനിൽക്കില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ അമേരിക്കയുടെ സമ്മതത്തിന് വേണ്ടി മാത്രം കാത്തിരിക്കുകയാണ്. കാരണം എല്ലാ സൗകര്യങ്ങളും ആയുധബലവും അംഗബലവും അതുപോലെ തന്നെ സാമ്പത്തിക സഹായവും അമേരിക്കയാണ് ചെയ്തു കൊടുക്കുന്നത്. അമേരിക്ക പ്രത്യക്ഷത്തിൽ നിന്ന് നയിക്കുന്നു, ബാക്കിയുള്ള ആളുകൾ പരോക്ഷമായിട്ട് അമേരിക്കയെ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേലിന് വേണ്ട എല്ലാ സപ്പോർട്ടും പാശ്ചാത്യ
അവിടുത്തെ നാറ്റോ സഖ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു എന്നൊക്കെയാണ് കേൾവി. എന്താണെങ്കിലും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇറാൻ ഇനി തക്കുകയാണെങ്കിൽ, ഇറാനോട് വലിയ രൂപത്തിൽ യുദ്ധം പ്രഖ്യാപനത്തിൻ്റെ ഹിൻഡിങ് പോയിൻറ്റ്സിലേക്ക് നമ്മൾ കാണുകയാണെങ്കിൽ, ഇറാൻ 2000 കിലോമീറ്റർ അപ്പുറം സ്ഥിതി ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ രാജ്യം എന്ന് പറയുന്ന പൗരന്മാർ പല കാലങ്ങളിലായിട്ട് അനുഭവിച്ച യുദ്ധക്കെടുതികൾ അനുഭവിച്ച് ജീവിച്ചു പോകുന്നവരാണ്. പക്ഷേ അവരുടെ ആ ഒരു ആത്മാർത്ഥതയും അതേപോലെ മനോധൈര്യമൊന്നും ഇസ്രായേലി ജൂതന്മാർക്ക് പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ കാണുകയാണെങ്കിൽ ആ യുദ്ധവും അവർ വിജയിപ്പിക്കേണ്ടതായിരുന്നു. 2025 12 ദിവസം മാത്രമാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധമുണ്ടായത്. ആ യുദ്ധത്തിൽ അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു. ലോകത്തിന് മുമ്പിൽ മ്ലാനതയോടുകൂടി ഈ നെതന്യാഹു പറയുമ്പോൾ അവിടെ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഇത്രയും സെറ്റപ്പാണെന്ന് കരുതി വെച്ച താട് സംവിധാനങ്ങളും നേരോ സിസ്റ്റങ്ങളും അതുപോലെ തന്നെ മറ്റ് എയറോസ്പേസ് സംവിധാനങ്ങളെയൊക്കെ സെക്യൂറാക്കി വെച്ച അത്യാധുനിക സംവിധാനങ്ങളൊക്കെ അമ്പേ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ആ ഒരു താടിൻ്റെയും അതേപോലെ തന്നെ എയറോസ്പേസ് സംവിധാനങ്ങളുടെയൊക്കെ പിൻബലത്തോടു കൂടെയാണ് ഇവർ, അയോൺ ഡോമിൻ്റെയൊക്കെ പിൻബലത്തോടു കൂടെയാണ് ഇവർ ശ്രമിക്കുന്നതെങ്കിൽ ഇവർക്ക് ഇനിയും ഒരു തവണ കൂടി പരാജയം ഏറ്റുവാങ്ങാൻ വേണ്ടി കൊതിക്കുന്ന ഒരു വിഭാഗമായി മാറിയിരിക്കുന്നു എന്ന് ഇസ്രായേലിനെ കൊണ്ട് ലോകം വിശേഷിപ്പിക്കും. അവിടെ എന്ത് സംഭവിക്കുന്നു എന്നതിലുപരി ലോകത്തിന് സമാധാനം നഷ്ടപ്പെടുകയും സാമ്പത്തികമായിട്ട് അടിത്തറ ഇളകുകയും ചെയ്യുന്ന ഒരു യുദ്ധമായിരിക്കും ഇനി വരാനിരിക്കുന്നത് എന്നാണ് വിദഗ്ധരായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത്. അതിലെത്രത്തോളം വാസ്തവമുണ്ട് എന്നതൊക്കെ നമുക്ക് അതിൻ്റെ ആ ഘട്ടങ്ങളിൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പ്രേക്ഷകരായ നിങ്ങളോടൊന്ന് പറയാനുള്ളത്, ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ആർക്കും യുദ്ധത്തിൽ വലിയ കൊതിയുണ്ടാവില്ല. പക്ഷേ ലോകത്ത് അരാജകത്വം മാത്രം കണി കാണുന്ന ആളുകൾക്ക് യുദ്ധം മാത്രമാണ് അവരുടെ ഏറ്റവും വലിയ അഭിലാഷം. അതുകൊണ്ട് തന്നെ ലോകക്രമം ഈ രൂപത്തിലാക്കിയെടുക്കാൻ വേണ്ടി അവരെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും നെതന്യാഹു മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ജൂതരാഷ്ട്രത്തിൻ്റെ തലവനായിട്ട് ആ രാജ്യം എന്ന് പറയുന്നത് തന്നെ ഒരു ഗ്രേറ്റ് ഇസ്രായേലിന് വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നൊക്കെയാണ് പുതിയ വാർത്തകൾ വരുന്നത്. എന്താണെങ്കിലും പുതിയ വാർത്തകളുടെ അകമ്പടിയോടെ നമ്മളൊന്ന് അന്വേഷിക്കുകയാണെങ്കിൽ വലിയ ഒരു യുദ്ധത്തിന് പാകപ്പെട്ട ഒരു ഭൂമികയായിട്ട് ഇസ്രായേൽ മാറിയിട്ടുണ്ട്. അത് ഇറാന് ആ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുകയും ഇറാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ സംവിധാനങ്ങൾ ഓൺ ദി സ്പോട്ടിൽ തകർക്കാൻ വേണ്ടി നമ്മൾ സന്നദ്ധത അല്ലെങ്കിൽ സജ്ജീകരിച്ച സംവിധാനങ്ങൾക്ക് കഴിയുമെന്നാണ് പറയുന്നത്. എത്രത്തോളം അത് വിജയിക്കില്ല എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും. എന്താണെങ്കിലും ഇറാൻ അടിപതറുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റ് അടിപതറും. ഈ മിഡിൽ ഈസ്റ്റിന് പ്രശ്നം വരികയാണെങ്കിൽ കേരളമെന്നല്ല, ഇന്ത്യ എന്നല്ല, ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് വലിയ രൂപത്തിൽ ദാരിദ്ര്യ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ലോകത്തിൻ്റെ നെറ്റ്വർക്ക്. കാരണം അവിടെയുള്ള പ്രശ്നങ്ങളെമ്പാടും ലോകമെമ്പാടും ബാധിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു തരത്തിലത് ബാധിക്കും. ഇൻഫ്ലേഷൻ കൊണ്ടോ ബന്ധപ്പെട്ട മേഖലകളിൽ ബാധിക്കുന്നത് പോലെ. ഏതായിരുന്നാലും നല്ല രൂപത്തിലൊരു അന്തരീക്ഷം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാം, പ്രത്യാശിക്കാം. എന്ത് വില കൊടുത്താണെങ്കിലും സമാധാനമാണ് ലോകത്തിന് എല്ലാവർക്കും ഔന്നിത്യം നൽകുന്നത് എന്ന് നമുക്ക് ആകെ കൂട്ടി പറയാൻ പറ്റും. ഇസ്രായേൽ എന്താണെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ടെങ്കിൽ അവർക്ക് പിൻബുദ്ധി ഇല്ലാത്തതുകൊണ്ട് അവരത് ചെയ്തിരിക്കും. പിന്നെ എന്തായാലും തോറ്റെന്ന് കണ്ടാൽ ഉളുപ്പില്ലാതെ വന്നിട്ട് തോറ്റെന്ന് പറയാനും അവർ കാല് പിടിക്കാനും ഒപ്പിട്ട് കൊടുക്കാനൊക്കെ അവർ റെഡിയാണ്. അതുകൊണ്ട് അത് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുക.